ദൈവമാതൃഭക്തിയിൽ വളരേണ്ട ഒക്ടോബർ മാസം. ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വളർത്തിയെടുക്കേണ്ട ഒരു സുഹൃതമാണ് ദൈവമാതൃഭക്തി. ഇത് അഭ്യസിക്കുവാൻ ഏറ്റവും ഫലപ്രദമായ സമയമാണ് ഒക്ടോബർ മാസം. ജപമാല പ്രാർത്ഥനയിലൂടെ ക്രിസ്തു രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതവും റോസറി പോലെ, അതായത് റോസാപ്പൂക്കളുടെ കൂട്ടം പോലെ മറ്റുള്ളവർക്ക് സൗരഭ്യം പകരുന്നതാവും. സാധാരണ രീതിയിൽ ഭക്തിക്ക് 3 രൂപങ്ങളുണ്ട്. ഒന്ന്, ആരാധന. ലത്തീൻ പദമായ ലാത്രിയ, അത് ദൈവത്തിന് മാത്രം നൽകപ്പെടുന്ന ആരാധനയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. വിശുദ്ധർക്കും മാലാഖമാർക്കും നൽകപ്പെടുന്ന ആദരവിന് ലത്തീനിൽ ദുളിയ എന്ന് വിളിക്കും. പരിശുദ്ധ കന്യാമറിയത്തിന് സഭയിൽ നൽകപ്പെടുന്ന ഉന്നതമായ ആദരവിന്, വണക്കത്തിന് ഹൈപ്പർ ദുളിയ എന്നാണ് വിശേഷിപ്പിക്കുക. ജപമാല ഭക്തിക്കായി പ്രത്യേകം പ്രതിഷ്ഠിതമായ മാസമാണ് ഒക്ടോബർ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ, ജപമാല എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. മറിയത്തോടുകൂടി യേശുവിൻ്റെ തിരുമുഖത്തെപ്പറ്റിയുള്ള ധ്യാനാത്മകമായ പ്രാർത്ഥനയാണത്. 1573 ഒക്ടോബർ 7-ാം തീയതി 5-ാം പിയൂസ് മാർപ്പാപ്പ ജപമാല രാജ്ഞിയുടെ തിരുനാളിന് ആരംഭം കുറിച്ചു. ലെപ്പാൻഡോ കടലിടുക്കിൽ വെച്ച് ക്രിസ്ത്യാനികളും മുഹമ്മദീയരുമായി നടന്ന യുദ്ധത്തിൽ വിജയം ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടായിരുന്നു ഇത്. ക്ലമൻ്റ് 11-ാമൻ മാർപ്പാപ്പ 1716 ആഗോളസഭ മുഴുവനായി ഈ തിരുനാൾ ആഘോഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. 1884 ലയോ 13-ാമൻ മാർപ്പാപ്പയാണ് ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചത്. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കഴിഞ്ഞ് ഏതാനും വർഷങ്ങളിൽ ജപമാല ഭക്തിക്ക് അല്പം മങ്ങലേറ്റിരുന്നു എങ്കിലും പിന്നീടുള്ള വർഷങ്ങളിൽ ഈ ഭക്തി കത്തോലിക്കാ സഭയുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി തന്നെ നിലകൊണ്ടു. റോസറി എന്ന പദം റൊസാരിയും എന്ന ലത്തീൻ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതിനർത്ഥം റോസാപ്പൂക്കളുടെ കൂട്ടമെന്നാണ്. ജപമാല പ്രാർത്ഥനയെ സ്വർഗത്തിലുള്ള പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന റോസാപ്പൂക്കളുടെ ഒരു സമ്മാനമായി നമുക്ക് വിലയിരുത്താം. കൊന്ത എന്ന വാക്ക് യഥാർത്ഥത്തിൽ പോർച്ചുഗീസ് വാക്കാണ്. എണ്ണി പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്നാണ് ഇതിനർത്ഥം. ജപമാലയുടെ ഉത്ഭവത്തിന് നീണ്ട ഒരു ചരിത്രമുണ്ട്. പല കാലഘട്ടങ്ങളിലൂടെ വികസിച്ചതാണ് ഈ ഭക്തകൃത്യം. ക്രിസ്തുവിന് മുമ്പ് തന്നെ ജപമണികൾ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു. ഹൈന്ദവ മഹർഷിമാർ തങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ രുദ്രാക്ഷമുത്തുകൾ ഉപയോഗിച്ചിരുന്നു. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ആദിമ ആശ്രമ നിവാസികൾക്ക് ദിവസവും 150 സങ്കീർത്തനങ്ങളും പ്രാർത്ഥനയ്ക്കായി ഉരുവിടുന്ന പതിവുണ്ടായിരുന്നു. അത് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ അവരുടെ മടിശീലയിൽ 150 മുത്തുകൾ സൂക്ഷിച്ചിരുന്നു. ഇത് പിന്നീട് ഒരു ചരടിലെ 150 കെട്ടുകളായി മാറി. അവസാനം തടി കൊണ്ടുള്ള 150 ജപമണികൾ കോർത്ത ഒരു മാലയായി രൂപാന്തരം പ്രാപിച്ചു. ആത്മായ ജനങ്ങൾക്ക് 150 സങ്കീർത്തനങ്ങളും മനഃപ്പാഠമാക്കാൻ ബുദ്ധിമുട്ടായതിനാൽ സങ്കീർത്തനങ്ങൾക്ക് പകരം ദിവസവും 150 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന ശീലം പരിശീലിച്ചു. പിന്നീട് 12-ാം നൂറ്റാണ്ട് മുതൽ 150 നന്മ നിറഞ്ഞ മറിയം ജപിക്കുന്ന പാരമ്പര്യം ആരംഭിച്ചു. അവരും പ്രാർത്ഥനയ്ക്കായി ജപമണികൾ ഉപയോഗിച്ചിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് 2 ഭാഗമുണ്ട്. ഒന്നാമത്തേത് മാലാഖയുടെ അഭിവാദനം, രണ്ടാമത്തേത് സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന എലിസബത്തിൻ്റെ വാക്കുകൾ. 13-ാം നൂറ്റാണ്ടിൽ 4-ാം ഉർബൻ മാർപ്പാപ്പയാണ് ഉദരഫലമായ ഈശോ എന്ന നാമം കൂട്ടിച്ചേർത്തത്. 1427 വിശുദ്ധ ബെർണർദിൻ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന രൂപപ്പെടുത്തിയത്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന ഭാഗം 1571 ലെപ്പാൻഡോ യുദ്ധത്തിന് ശേഷം തിരുസഭ കൂട്ടിച്ചേർത്തതാണ്. 1214 പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെടുകയും ജപമാല ഭക്തി പ്രചരിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ചെയ്താൽ അൽബിജേനിയൻ പാഷണ്ഡതയിൽ നിന്ന് വളരെ പേരെ മാനസാന്തരപ്പെടുത്താമെന്നും അദ്ദേഹം സ്ഥാപിച്ച ഡൊമിനിക്കൻ സഭ അഭിവൃദ്ധിപ്പെടുമെന്നും പരിശുദ്ധ മറിയം ഡൊമിനിക്കിനോട് വാഗ്ദാനം ചെയ്തു. വിശുദ്ധ ഡൊമിനിക്ക് തൻ്റെ ശിഷ്ടകാലം ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നതിന് മാറ്റിവെച്ചു. അതിനായി അദ്ദേഹം ഒരു ജപമാല സഖ്യം സ്ഥാപിച്ചു. 100 വർഷങ്ങൾക്ക് ശേഷം വാഴ്ത്തപ്പെട്ട അലൻ ഡി റോക്ക് ഡൊമിനിക്കിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. ജപമാലയെ 10 നന്മ നിറഞ്ഞ മറിയവും ഒരു സ്വർഗസ്ഥനായ പിതാവും അടങ്ങുന്ന രഹസ്യമായി ക്രമീകരിച്ചത് അദ്ദേഹമാണ്. 15-ാം നൂറ്റാണ്ടിൽ ധ്യാന വിഷയമായി
ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഓരോ രഹസ്യത്തോടും കൂട്ടിച്ചേർത്തു. ജപമാല പ്രാർത്ഥന ദൈവവചനാധിഷ്ഠിതമായി ധ്യാനപൂർവം ജപിക്കുവാൻ ദിവ്യരഹസ്യങ്ങൾ സഹായിച്ചു. 2002 ഒക്ടോബർ 16 കന്യകാമറിയത്തിൻ്റെ ജപമാല എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ജപമാലയിൽ കൂട്ടിച്ചേർത്തു. 1917 പരിശുദ്ധ കന്യകാമറിയം പോർച്ചുഗലിലെ ഫാത്തിമയിൽ ലൂസി, ജസീന്ത, ഫ്രാൻസിസ് എന്നീ 3 ഇടയ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുകയും ജപമാല രാജ്ഞിയായി വെളിപ്പെടുത്തുകയും ചെയ്തു. ദിവസവും ജപമാല ചൊല്ലാൻ കുട്ടികളോട് മാതാവ് ആവശ്യപ്പെട്ടു. വിശുദ്ധ ജോൺ 23 പാപ്പ ജപമാലയ്ക്ക് 3 തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉള്ളതായി പഠിപ്പിക്കുന്നു. ആത്മീയ ധ്യാനാത്മകത, അഗാധമായ മനനം, ഭക്തനിയോഗം എന്നിവയാണ് ആ 3 ലക്ഷ്യങ്ങൾ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജപമാല എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ എഴുതി: ജപമാലയ്ക്ക് വ്യക്തമായും മരിയൻ സ്വഭാവമുണ്ടെങ്കിലും അത് ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. സുവിശേഷത്തിൻ്റെ അന്തസത്ത മുഴുവനും അതിലടങ്ങിയിരിക്കുന്നു. രക്ഷകൻ മറിയത്തിൻ്റെ ഉദരത്തിൽ മനുഷ്യാവതാരമെടുത്തപ്പോൾ അവൾ പാടിയ സ്തോത്രഗീതത്തിൻ്റെ പ്രതിധ്വനിയാണ് ജപമാല. ജപമാല സമർപ്പണത്തിന് ശേഷം ചൊല്ലുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ലുത്തിനിയയിൽ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസമായ ജൂൺ 20 ഫ്രാൻസിസ് മാർപ്പാപ്പ 3 പുതിയ യാചനകൾ കൂടി കൂട്ടിച്ചേർത്തു. കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ എന്നീ യാചനകളാണ് പാപ്പ മരിയൻ ലുത്തിനിയയിൽ കൂട്ടിച്ചേർത്തത്. ഈ 3 യാചനകൾ യഥാക്രമം തിരുസഭയുടെ മാതാവേ, ദേവരപ്രസാദ വരത്തിൻ്റെ മാതാവേ, പാപികളുടെ സങ്കേതമേ എന്നിവയ്ക്ക് ശേഷമാണ് ചേർക്കേണ്ടത്. പരിശുദ്ധ അമ്മയുടെ വിദ്യാലയത്തിൽ യേശുവിൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിച്ച് ഒക്ടോബർ മാസത്തിൽ ദൈവമാതൃഭക്തിയിൽ നമുക്ക് വളരാം.